ശിവാനി. രചന, അവതരണം ഋതു. അശോകൻ ടേബിളിൽ വെച്ച ഒരു കുപ്പി മദ്യം എടുത്ത് പൊട്ടിച്ചു. ഗ്ലാസ്സിലേക്ക് അല്പാൽപമായി ഒഴിക്കുമ്പോൾ അയാളുടെ മുഖത്ത് വന്യമായ ചിരി പടർന്നു. നീ ഒരു കൊച്ചു പെണ്ണായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ആയുസ് കുറച്ചുകൂടി നീണ്ടേനെ. എന്തു ചെയ്യാം? നിനക്കെന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല മോളെ. കൊതിച്ചത് എന്തിനേയും എന്ത് വില കൊടുത്തും സ്വന്തമാക്കിയിട്ടേ ഉള്ളൂ ഞാൻ. അതിന് എന്ത് വൃത്തികേട് ചെയ്യാനും ഒരു മടിയുമില്ല. കൊന്നിട്ട് അറപ്പ് മാറിയ കയ്യായത്. അയാൾ വെള്ളം ചേർക്കാതെ ഒരു ഗ്ലാസ് മദ്യം അപ്പാടെ വായിലേക്ക് കമിഴ്ത്തി. കസേരയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് നെറ്റിയിലെ മുറിവിലൂടെ വിരലോടിച്ചു കൊണ്ടിരുന്നു. ശിവാനിയുടെ വാക്കിൽ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു ഉണ്ണി. മുഖം താഴ്ത്താതെ തന്നെ വല്ലാത്ത ഭാവത്തോടെ നോക്കി നിൽക്കുന്ന പെണ്ണിനെ അവൻ ആഞ്ഞൊന്ന് പുണർന്നു. രണ്ടുപേരുടെയും ഹൃദയമെടുപ്പും പോലും ഒന്നായതുപോലെ. ശിവ, ഞാൻ കേട്ടത് സത്യമാണോ? അവളുടെ കഴുത്തിലൂടെ കൈ ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ കണ്ണിൽ ചെറുതായി നനവ് പടർന്നിരുന്നു. വശ്യമായ ഒരു പുഞ്ചിരിയായിരുന്നു അതിന് മറുപടി. അവൾ ഉയർന്നു വന്ന് ഉണ്ണിയുടെ ചുണ്ടിലേക്ക് ചുണ്ട് കോർത്തു വലിച്ചു. അവൻ്റെ കണ്ണു മിഴിഞ്ഞു വന്നു. ശ്വാസമെടുപ്പിൻ്റെ തീവ്രത സിരകളിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിച്ചു. ശിവാനിയുടെ മുഖത്ത് താടിയും മീശയും കുത്തിയിറങ്ങിയെങ്കിലും ചുംബനത്തിൻ്റെ തീവ്രത കൂടിയതേയുള്ളൂ. ആദ്യമായി നുകരുന്നത് പോലെ അവൾ അവൻ്റെ മേൽചുണ്ടും കീഴ്ചുണ്ടും വലിച്ചെടുത്തു. പല്ലിൻ്റെ മൂർച്ച അവൻ്റെ ചുണ്ടിൽ പോറലുകൾ വീഴ്ത്തി. ഒരവസരം പോലും വിട്ടു നൽകാതെ തൻ്റെ പ്രാണവായു നുകർന്നെടുക്കുന്നവളെ അതീവ പ്രണയത്തോടെ ഉണ്ണി കെട്ടിപ്പിടിച്ചു. അവൻ്റെ കൈകൾ അവളുടെ വയറിനെ ആകെ ഞെരിച്ചുടച്ചു. സുഖമുള്ള നോവിൽ ശിവാനിയുടെ ചുണ്ടുകൾ അയഞ്ഞു വന്നു. അല്പം പിറകോട്ട് മാറി നിന്ന് ശ്വാസം വലിച്ചെടുത്തു. ഒരു നിമിഷം പോലും വൈകാതെ ഉണ്ണി അവളുടെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് ചുണ്ടുകൾ ഭ്രാന്തമായി നുകർന്നു. നാവിനെ കുരുത്തു വലിക്കുമ്പോൾ അവൾ പുളഞ്ഞുകൊണ്ട് കുതറി. മാറിടം ആ നെഞ്ചിലായി ക്രമം തെറ്റിപ്പതിച്ചു. ചോര പൊടിഞ്ഞു. ചുവന്നുപോയ ചുണ്ടുകളെ നാവുകൊണ്ട് നക്കിയെടുത്ത് ആ രുചി നുണച്ചിറക്കി. ശിവ, സമ്മതല്ലേ? പാതി വഴിയിൽ വച്ചെന്നെ തടയില്ലല്ലോ. നിർത്താൻ കഴിയില്ലെനിക്ക്. അവളുടെ കണ്ണിലേക്ക് ചൂഴ്ന്നു നോക്കിക്കൊണ്ടവൻ പറയുമ്പോൾ എല്ലാം അറിയാനുള്ള ആഗ്രഹം അവളിലും കത്തിപ്പടർന്നിരുന്നു. വേദനിക്കും ശിവ. ഞാൻ പരമാവധി വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാം. എന്നാൽ അക്കാര്യത്തിൽ വലിയ ഉറപ്പില്ല. കഴുത്തിടുക്കിലൂടെ മുഖം അമർത്തി അവളുടെ സുഗന്ധം ആഞ്ഞു വലിക്കുന്നതിനിടയിൽ ഉണ്ണി പറഞ്ഞു. ശിവാനിയിൽ ഒരു വിറയൽ പടർന്നു കയറി. ഉണ്ണി അവളെ നിലക്കണ്ണാടിയുടെ മുന്നിലേക്ക് തിരിച്ചു നിർത്തി. മെഴുകുതിരി വെട്ടത്തിൻ്റെ മാസ്മരികതയിൽ അവൾ ഒരു വെണ്ണക്കൽ ശില്പം പോലെ തോന്നിച്ചു. കണ്ണാടിയിലേക്ക് നോക്കി ബ്ലൗസിലെ പിൻ ഊരി മാറ്റിയപ്പോൾ സാരിയുടെ മുന്താണി താഴേക്ക് ഒഴുകിയിറങ്ങി. കണ്ണുകൾ ഇറുകെ പൂട്ടി ശിവാനി തലചിരിച്ചു. ഉണ്ണിയുടെ ശ്വാസം അവളിൽ ശക്തമായി പതിഞ്ഞു. ചുവന്ന ബ്ലൗസിനുള്ളിൽ ഇറുകിയ മാറിടവും ഒതുങ്ങിയ പുക്കിൽ ചുഴിയും അവൻ കണ്ണിറയെ കണ്ടു. അവളുടെ വയറിലാകെ കൈകൾ കൊണ്ട് ചിത്രം വരച്ചു. ഒടുവിൽ പൊക്കിളിന് താഴെയായി ഇറക്കി വെച്ച പ്ലീറ്റ് അപ്പാടെ താഴേക്കവൻ വലിച്ചിട്ടു. ശിവാനി നോക്കുമ്പോൾ സാരി പൂർണ്ണമായും അവളിൽ നിന്ന് അടർന്നു മാറിയിരുന്നു. കണ്ണുകൾ പൊത്തി തിരിഞ്ഞു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഉണ്ണി അതിനെ അനുവദിച്ചില്ല. ബലമായി കൈകൾ മാറ്റുമ്പോൾ ശിവാനിക്ക് മുഖമുയർത്തി നോക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അവളുടെ പുറകിൽ നിന്ന് കൈ എത്തിച്ച് ബ്ലൗസിൻ്റെ ഓരോ ഹുക്കുകളും അഴിച്ചു മാറ്റുമ്പോൾ നഗ്നമായ കഴുത്തിലൂടെ ചുണ്ടുകൾ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. പാവാടത്തുമ്പിൽ കൈ ചുരുട്ടിപ്പിടിച്ച് അവൻ്റെ പ്രവൃത്തികൾ തടയാതെ അവൾ നിന്നു. അടിപ്പാവാടയുടെ ചരടിൽ പിടിച്ചു വലിക്കുമ്പോൾ ഒന്ന് ഏങ്ങിക്കൊണ്ട് ശിവാനി ചുണ്ടു കടിച്ചു. ഒടുവിൽ പരിപൂർണ നഗ്നയായി നിലക്കണ്ണാടിയിലൂടെ തൻ്റെ പെണ്ണിനെ കണ്ടപ്പോൾ അവനിൽ പല മാറ്റങ്ങളും സംഭവിച്ചിരുന്നു. ശിവ, കണ്ണു തുറക്ക്. എനിക്ക് പറ്റുന്നില്ല ഉണ്ണിയേട്ടാ. തണുപ്പ് ശരീരത്തിലെ രോമകൂപങ്ങളിലെമ്പാടും മരിച്ചിറങ്ങി. വിറങ്ങലിച്ചുകൊണ്ട് ഉടൽ ഒന്നുലഞ്ഞു. നിമിഷനേരം കൊണ്ട് അവനും പൂർണ്ണ നഗ്നനായി തീർന്നു. കണ്ണു തുറക്ക് ശിവ, പ്ലീസ്. അവൻ്റെ ഇടറിയ ശബ്ദത്തെ അവഗണിക്കാനാവാതെ ശിവാനി മുന്നിലേക്ക് നോക്കി. തീവ്ര പ്രണയത്തോടെ തൻ്റെ ഉടലാകെ ഇഴയുന്ന അവൻ്റെ കണ്ണുകളും പരസ്പരം ചേർന്ന് നിൽക്കുന്ന ശരീരവും കണ്ടപ്പോഴേക്കും ശിവാനി തളർന്നു പോയിരുന്നു. ആ കാഴ്ച താങ്ങാനാവാതെ അവൾ തിരിഞ്ഞു നിന്ന് ഉണ്ണിയെ ഇറുകെ പുണർന്നു.
രണ്ട് കൈയിലുമായി ശിവാനിയെ കോരിയെടുത്തുകൊണ്ട് ബെഡിലേക്ക് വലിച്ചിടുമ്പോൾ റോസാദളങ്ങൾ വശങ്ങളിലേക്ക് പാറി അലഞ്ഞു. പലതും അവളുടെ ശരീരത്തിന് അലങ്കാരമായി. ഒരു പുതപ്പിനായി ആ കൈകൾ അവിടെ ആകെ ഇഴഞ്ഞു നടന്നു. തൻ്റെ പാതിയുടെ ഉടലാകെ കണ്ട് അവൻ ഇളകി മാറിയ മുടികൾ കണ്ണടച്ചുകൊണ്ട് പുറകിലേക്ക് കോതിയൊതുക്കി. സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൻ. അത് തിരിച്ചറിഞ്ഞ ശിവാനി രണ്ട് കൈകളും വിടർത്തിയിട്ട് അവനെ അതിലേക്ക് വിളിച്ചു. എൻ്റെ ശിവ എന്ന് പറഞ്ഞ് അവൻ അവളുടെ ഉടലിലേക്ക് ആവേശത്തോടെ അമർന്നു. അന്നുവരെ അനുഭവിക്കാത്ത ഉടലനുഭൂതികൾ അവരിലൂടെ കൊള്ളിയാനെ പോലെ പുളഞ്ഞു കയറി. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ കൊരുത്തു. മുഖത്ത് വീണ കുറുനിരകൾ ഒതുക്കി വെച്ച് അവളുടെ നെറ്റിയിലായി ഉമ്മ വെച്ചു. കണ്ണിലും കവിളിലും ചുണ്ടിലുമായി ഭ്രാന്തമായി ചുംബിച്ചു. കഴുത്തിലാകെ ഉമിനീർ പടർന്നു. നീല ഞരമ്പ് അമർത്തി വലിച്ചു. ശിവാനി വേദന കൊണ്ട് പിടഞ്ഞു. തുളുമ്പി നിൽക്കുന്ന മാറിലേക്ക് രണ്ട് വശങ്ങളിലും കൈകുത്തിക്കൊണ്ടവൻ നോക്കി നിന്നു. ആ നോട്ടത്തിൽ തെറിച്ചു നിൽക്കുന്ന ഞെട്ടുകളെ നുണഞ്ഞെടുത്തു. ഉടലിലാകെ വൈദ്യുത പ്രവാഹം പാഞ്ഞു കയറിയതുപോലെ ശിവാനിക്ക് തോന്നി. മൃദുലമായി തുടങ്ങിയ പ്രവൃത്തി ആവേശത്തിലായി. മാറിടമാകെ വായ്ക്കുള്ളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ അവൾ കട്ടിലിൽ കിടന്ന് ഉയർന്നുപോയി. കൈകൊണ്ട് ഞെരിച്ചമർത്തുമ്പോൾ പലതവണ അവൻ്റെ പേര് വിളിച്ച് കുറുകിക്കൊണ്ടിരുന്നു. മാറിടം ആകെ ചുവന്നു വന്നു. അവൻ്റെ ദന്തക്ഷതങ്ങൾ തെളിഞ്ഞു കാണാം. അതിലേക്ക് അവൻ തെല്ലു വേദനയോടെ നോക്കി. പതിയെ തടവിക്കൊടുത്തു. ശിവ, ഞാൻ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടോ? നാവ് കൊണ്ടവൻ തലോടുമ്പോൾ അവൻ ചോദിച്ചു. അതിന് മറുപടിയായി ശിവാനി അവനെ വലിച്ചെടുത്തു. അണിവയറിലേക്ക് മുഖമമർത്തി പൊക്കിളിലേക്ക് നാവിട്ടിളക്കുമ്പോൾ അവൾ നിലവിളിച്ചു പോയി. അവൻ്റെ പുറത്താകെ നഖത്തിൻ്റെ പോറലുകൾ വീണു. വയറിലാകെ അവൻ തൻ്റെ താടിയിട്ടുരുട്ടി. കൂർത്ത രോമങ്ങൾ തറിഞ്ഞ് ഒരേ സമയം വേദനയും ഇക്കിളിയും തോന്നി. ഉണ്ണി പൊക്കിൾ ചുഴിയിൽ അമർത്തി ചുംബിച്ച് തലയുയർത്തി അവളെ നോക്കി. എന്തെന്ന രീതിയിൽ അവളും നോക്കുകയായിരുന്നു. തന്നിലേക്ക് നീണ്ട രണ്ട് കൈയും അവൻ കോർത്തു പിടിച്ചു. എന്നെ തടയല്ലേ ശിവ എന്ന് പറഞ്ഞ് അവളുടെ തുടയിടുക്കിലേക്ക് മുഖം ചേർത്തു. ശിവാനിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ശരീരം വെട്ടിത്തകരുന്നതുപോലെ. ഉടലാകെ തരിച്ചു കയറുന്നു. തലയിണയിൽ അവൾ തല ചേർത്തമർത്തി. വേണ്ട ഉണ്ണിയേട്ടാ, മതി, വയ്യ എനിക്ക്, അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതൊന്നും അവൻ്റെ കാതിലെത്തിയില്ല. നാവുകൊണ്ടും പല്ലുകൊണ്ടും അവളുടെ ഉള്ളറകളെ അവൻ വിറപ്പിച്ചുകൊണ്ടിരുന്നു. കൂട്ടിച്ചേർത്ത കൈകൾ വിടുവിച്ച് വിരലുകൾ കൊണ്ടവിടം മാന്ത്രികത കാട്ടി. ശിവാനി എഴുന്നേറ്റിരുന്ന് അവൻ്റെ മുഖം പിടിച്ചെടുത്തു. ശ്വാസം വലിച്ചെടുക്കാൻ പ്രയാസപ്പെടുന്നവളെ ഉണ്ണി വീണ്ടും ചുംബിച്ചു തളർത്തി. എന്തൊരു ഭംഗിയാടി അതിന്! രുചിച്ചിട്ടും തൊട്ടിട്ടും മതിയാകുന്നില്ല ശിവ. അവൻ്റെ വാക്കുകൾ കേൾക്കാനാകാതെ ശിവാനി കട്ടിലിലേക്ക് തന്നെ വീണുപോയി. പറയല്ലേ ഉണ്ണിയേട്ടാ, എനിക്ക് കേൾക്കാൻ വയ്യ. വിറയലോടെ അവളുടെ ശബ്ദം വീണുടഞ്ഞു. ശിവ, എന്നെ ഒന്ന് വേദനിപ്പിക്കാമോ? അവനത് ചോദിച്ചപ്പോൾ ശിവാനി കണ്ണുകൾ വലിച്ചു തുറന്നു. പ്ലീസ് ശിവ, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് വേദനിപ്പിക്കടി. അതും പറഞ്ഞ് ഉണ്ണി കട്ടിലിലേക്ക് വീണു. ഒരു കൈകൊണ്ട് ശിവാനിയെ തൻ്റെ ദേഹത്തേക്ക് വലിച്ചിട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഒരു നിമിഷം നിന്നു. ഉണ്ണി പ്രണയത്തോടെ അവളെ നോക്കി. ശിവാനി താഴ്ന്ന് അവൻ്റെ ചുണ്ടുകളെ വലിച്ചെടുത്തു. പല്ലുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചു. കഴുത്തിടുക്കിലാകെ പല്ലും ചുണ്ടും കൊണ്ട് വലിച്ചെടുത്തു. ഓരോ തവണയും അവൾ നൽകുന്ന വേദനയിൽ അവൻ പുളഞ്ഞുകൊണ്ടിരുന്നു. നെഞ്ചിലും വയറിലും ഉമ്മകൾ കൊണ്ട് മൂടുമ്പോൾ അവൾ കിതച്ചു പോയിരുന്നു. ഇനി എനിക്ക് പറ്റില്ല ഉണ്ണിയേട്ടാ, വികാരപരവശയായി അവൾ പറയുമ്പോഴേക്കും ശിവാനിയെ അവൻ മറച്ചിട്ടു. ശിവ, ഇനിയും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഞാൻ സ്വന്താക്കാൻ പോവാണ്. ഒരുപാട് വേദനിക്കുമ്പോൾ പറയണേ. എന്നാലും എനിക്കൊന്നും അപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അവളുടെ അകന്നു മാറിയ കാലുകളിലേക്ക് തൻ്റെ അരക്കെട്ടിറക്കി വെച്ച് ഉണ്ണി ശിവാനിയെ നോക്കി. ആ കണ്ണുകൾ പിടയുന്നുണ്ട്. ശരീരമാകെ വിയർപ്പ് പൊടിഞ്ഞിരിക്കുന്നു. മുഖത്ത് വല്ലാത്ത വെപ്രാളം. എൻ്റെ കണ്ണിലേക്ക് മാത്രം നോക്കിയാൽ മതി ശിവ. അവനത് പറയുമ്പോൾ ശിവാനിയുടെ നോട്ടം തൻ്റെ പ്രിയപ്പെട്ടവനിലേക്ക് മാത്രം ഒതുങ്ങി. പതിയെ, വളരെ പതിയെ അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ആ മുഖം ചുളിയുന്നതും കണ്ണുകൾ മുറുക്കിയടക്കുന്നതും ചുണ്ടുകൾ കടിച്ചു പിടിക്കുന്നതും എല്ലാം അവൻ നോക്കിക്കണ്ടു. മൂളലുകളും കുറുകലുകളും മുറിയിൽ നിറഞ്ഞു. ക്രമേണ ശരീരങ്ങളുടെ വേഗത വർദ്ധിച്ചു. ശിവാനി വിതുമ്പിക്കൊണ്ടിരുന്നു. കണ്ണുനീർ ഒലിച്ചിറങ്ങി. വേദന സഹിക്കാനാവാതെ അവൾ പിടഞ്ഞു. വേണ്ട ഉണ്ണിയേട്ടാ, എനിക്ക് വേദനിക്കുന്നു.
അവൾ കരഞ്ഞപ്പോൾ അരക്കിട്ടുലക്കാതെ എഴുന്നേറ്റിരുത്തി മുറുകെ പുണർന്നു. അവൾ ആകെ വിറച്ചു പോയിരുന്നു. സാരല്ലേ ശിവ, ആദ്യമായോണ്ടാ. കരയല്ലേ, എനിക്കത് മാത്രം കാണാൻ വയ്യ. ആ വേദന അവനും സഹിക്കാൻ വയ്യായിരുന്നു. ആ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവളൊന്ന് ഓക്കെ ആകാൻ നഗ്നമായ പുറത്തുകൂടെ പതിയെ തലോടി. ശിവാനി അവൻ്റെ നെഞ്ചിൽ ഒതുങ്ങിക്കൂടി. ശിവ, എനിക്ക് പറയാനാവാതെ ഇടറിയപ്പോൾ അവൾ ഉണ്ണിയെ മുറുക്കെ പിടിച്ചുകൊണ്ട് കട്ടിലിലേക്ക് ചെരിഞ്ഞു. മറ്റൊന്നും ഓർക്കാതെ അവൻ കൂടുതൽ ആവേശത്തോടെ അവളെ അറിഞ്ഞു തുടങ്ങി. പരസ്പരം പേര് വിളിച്ചവർ കുറുകി. എത്ര സമയം പോയെന്ന് അവർ അറിഞ്ഞില്ല. തൻ്റെ പ്രാണന് വേണ്ടി അവൾ ഏറെ വേദന സഹിച്ചു. വികാരത്തിൻ്റെയും പ്രണയത്തിൻ്റെയും മൂർധന്യതയിൽ ഒന്ന് വിറച്ചുകൊണ്ട് അവൻ അവളുടെ മാറിലേക്ക് വീണു. ശിവാനി അവനെ നിർവൃതിയോടെ ചുറ്റിപ്പിടിച്ചു. ഈ ലോകത്തിൽ ഈ മനുഷ്യനോളം തന്നെ സ്നേഹിക്കുന്നവർ ആരുമില്ലെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. ഉണ്ണി എഴുന്നേറ്റ് മാറാതെ അവളുടെ കണ്ണിലേക്ക് നോക്കി. അവൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ അവളുടെ നെറ്റിയിൽ വീണ് ചിതറി. ഈ ലോകത്ത് മറ്റൊന്നിനു വേണ്ടിയും ഞാൻ നിന്നെ നഷ്ടപ്പെടുത്തില്ല. അത് ഉണ്ണി തരുന്ന വാക്കാണ്. ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഇങ്ങനെ എൻ്റെ പെണ്ണിനെ പൊതിഞ്ഞു പിടിക്കും. ശിവാനിയുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ അവൻ്റെ കവിളിലൂടെ വിരൽ തടവി. എനിക്ക് ഉണ്ണിയേട്ടനെ ഒരുപാടിഷ്ടം. ഐ ലവ് യു. അവളുടെ വാക്കുകൾ കേട്ടവൻ്റെ മുഖം തെളിഞ്ഞു. ആദ്യമായാണ് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ലോകം വെട്ടിപ്പിടിച്ച സന്തോഷം തോന്നി. ആ മുഖമാകെ ഭ്രാന്തമായി ചുംബിക്കുമ്പോൾ അവൾ ചിരിച്ചുപോയി. മതി ഉണ്ണിയേട്ടാ, ഞാൻ ചത്തുപോകും. ഉണ്ണി അവളെ കൂർപ്പിച്ചു നോക്കി. എന്നിട്ട് പതിയെ അവളിൽ നിന്ന് അകന്ന് കട്ടിലിലേക്ക് മലർന്നു കിടന്നു. ശിവാനിയെ വലം കൈകൊണ്ട് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഒരുപാട് വേദനിച്ചല്ലേ ശിവ? എനിക്കറിയാം. കുറച്ചുകൂടെ സമയം തരാം എന്നൊക്കെ കരുതിയതാ. പിന്നെ വിചാരിച്ചു എൻ്റെ അല്ലേ, എപ്പോഴായാലും എന്താന്ന്. അവൾ ഒന്ന് ചിരിച്ചുകൊണ്ട് അവനോട് കൂടുതൽ ചേർന്നു. കുളിക്കുന്നില്ലേ ഉണ്ണിയേട്ടാ? കുറുമ്പോടെ ചോദിക്കുമ്പോൾ ആ കൈകളാകെ നെഞ്ചിലെ ചുരുണ്ട രോമത്തിൽ ഓടിക്കളിക്കുകയായിരുന്നു. വേണ്ട ശിവ, നിന്റെ മണം അത് കുറച്ചു നേരം എന്നിൽ ഇങ്ങനെ നിൽക്കട്ടെ. ആ വിയർപ്പിന് പോലും എന്തൊരു രുചിയാണെന്നറിയോ? ഒന്ന് പോ ഉണ്ണിയേട്ടാ. സത്യാടി. അവൾ അവനെ കൂടുതൽ ചേർത്ത് പിടിച്ചു. പെട്ടെന്നാണ് റൂമിലെ ഫോൺ ബെല്ലടിച്ചത്. അവൻ സമയം നോക്കി. 2:30. ഇതാരാ ഇപ്പോൾ? ലാൻഡ് ഫോൺ ആയതിനാൽ ഇവിടുന്ന് തന്നെ ആരോ ആണെന്ന് മനസ്സിലായി. ഉണ്ണി ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. സോറി സർ, ഈ സമയത്ത് ബുദ്ധിമുട്ടിച്ചതിന്. എന്താ കുമാർ അത്യാവശ്യം? സർ, റൂം നമ്പർ 202 ഒരു സ്ത്രീയുടെ ഗോൾഡ് ചെയിൻ മിസ്സിംഗ് ആയെന്ന്. വാട്ട്? അതെ സർ, അവ കുറച്ചു മുമ്പ് ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തിയതാ. ഫാമിലി ഉണ്ട് കൂടെ. താഴെ റെസ്റ്റോറൻറ്റിലിരുന്ന് ഫുഡ് കഴിച്ച് വാഷ്റൂമിൽ പോയി വരുമ്പോൾ ആരോ കൂട്ടിയിടിച്ചെന്ന് പറയുന്നു. വീണപ്പോൾ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചത്. റൂമിൽ ചെന്ന് നോക്കുമ്പോൾ മാല കാണാനില്ലെന്ന്. ഡയമണ്ടൊക്കെ വെച്ച മാലയാണത്രേ. അവരാകെ പ്രശ്നമാക്കുകയാണ്. ബാക്കിയുള്ള റൂമിലുള്ളവരൊക്കെ അറിഞ്ഞാൽ സാറൊന്ന് വന്നിരുന്നെങ്കിൽ. ഉണ്ണി കുമാർ പറയുന്നതെല്ലാം മൂളി കേൾക്കുകയായിരുന്നു. അവരെ നമ്മുടെ ലോബിയിൽ കൊണ്ടിരുത്ത്. ഞാൻ അങ്ങോട്ട് വരാം. വേറെ ആരും അറിയാതെ നോക്കണം. ഓക്കെ സർ. ഉണ്ണി ഫോൺ വെച്ച് എന്തോ ആലോചിച്ചു. എന്താ ഉണ്ണിയേട്ടാ? അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഡ്രസ്സ് മാറി. ഒന്നുമില്ലടാ, റൂം എടുത്ത ഒരു ലേഡിയുടെ മാല കാണാനില്ലെന്ന്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഒരു കാര്യം ചെയ്യൂ, മോള് ഡ്രസ്സ് മാറ്, നമുക്ക് ഒരുമിച്ച് പോകാം. ശിവാനി അത് കേട്ട് കട്ടിലിൽ നിന്ന് തന്നെ ഇന്നറും ബ്ലൗസും ഇട്ടു. പാവാട ഇടാനായി നിലത്ത് കാലുകുത്തിയതും അവൾ ആകെ പുളഞ്ഞുപോയി. വേദനയോടെ അവൾ നിലവിളിച്ചു. എന്താടാ? അവൾ അടിവയറിൽ പിടിച്ചിരിക്കുന്നത് കണ്ട് ഉണ്ണി വെപ്രാളത്തോടെ ഓടി വന്നു. വേദനിക്കുന്നു ഉണ്ണുണ്ണിയേട്ടാ, നടക്കാൻ വയ്യ. അത് കേട്ട് ഉണ്ണിക്ക് വല്ലാത്ത സങ്കടം വന്നു. അവൻ തന്നെ പാവാട കെട്ടിക്കൊടുത്തു. ഉണ്ണിയെ പിടിച്ചുകൊണ്ട് അവൾ സാരി വാരി വലിച്ചിട്ടു. ഒരടി കൂടി നടന്നപ്പോൾ ശിവാനിയുടെ മുഖം ചുളിഞ്ഞു. എനിക്ക് പറ്റുന്നില്ല ഉണ്ണിയേട്ടാ, വേദനിക്കുക. ഒരു കാര്യം ചെയ്യ്, ഞാനിവിടെ ഇരിക്കാം. ഉണ്ണിയേട്ടൻ പോയിട്ട് വാ. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് വീണ്ടും ഫോൺ ബെല്ലടിച്ചു. സാർ പെട്ടെന്ന് വരൂ, അവർ പോലീസിനെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. ഞാൻ ഇറങ്ങി കുമാർ. അങ്ങനെ പറഞ്ഞെങ്കിലും ശിവാനിയെ തനിച്ചാക്കി പോകാൻ അവന് വല്ലാത്ത അസ്വസ്ഥത തോന്നി. അവൻ അരയ്ക്ക് കയ്യും കുത്തി നെറ്റിയിലൂടെ വിരലോടിച്ചു. ഉണ്ണിയേട്ടാ, കുഴപ്പമൊന്നുമില്ല. ചെല്ല്, അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടല്ലേ അവർ വിളിക്കുന്നേ.
ഉണ്ണിയേട്ടൻ വന്നിട്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ വേദനയൊക്കെ മാറും. അവൾ പറയുന്നത് കേട്ടിട്ടും അവൻ സംശയിച്ചു നിന്നു. എനിക്ക് നിന്നെ തനിച്ചാക്കി പോകാൻ പറ്റുന്നില്ല ശിവ. അതെന്താ, ഞാൻ കൊച്ചു കുഞ്ഞാണോ? ഒരുപാട് ദൂരത്തൊന്നും അല്ലല്ലോ, നോക്കിയാൽ കാണുന്ന സ്ഥലത്തല്ലേ. പെട്ടെന്ന് വന്നാൽ മതി. ഉണ്ണി അവളെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു. ഐ ലവ് യു. ഞാൻ പെട്ടെന്ന് വരാട്ടോ. വാതിലടക്കണം, പേടിക്കണ്ട. അതും പറഞ്ഞവൻ പുറത്തേക്ക് നടന്നു. വാതിൽ തുറക്കുമ്പോൾ തിരിഞ്ഞു നോക്കി. തന്നെ നോക്കി ചിരിച്ചു നിൽക്കുന്ന ശിവാനിയെ കണ്ട് ഓടിച്ചെന്ന് വീണ്ടും കെട്ടിപ്പിടിച്ച് അമർത്തി ചുംബിച്ചു. വേഗം വരാട്ടോ. അതും പറഞ്ഞവൻ ഇറങ്ങിപ്പോയി. അവനെ തന്നെ നോക്കി ശിവാനി വാതിലടച്ചു. കുറച്ചകലെ ഇരുട്ടിൽ നിൽക്കുകയായിരുന്ന ഒരാളുടെ കണ്ണുകൾ തിളങ്ങി വന്നു.